മച്ചാന്മാരെ, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ഒരു കിടിലസ്കി ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാ സ്റ്റെപ്സൊക്കെ കൃത്യമായിട്ട് പൊളിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ട് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ നമുക്ക് നേരെ വീഡിയോ ഇട്ട് ഇടാം. സോ അതിനായിട്ട് നമ്മളെ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഫോട്ടോ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഇതായിരിക്കും ആ ഫോട്ടോ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ആഡ് ഫോട്ടോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ചാനലിൻ്റെ ഫോട്ടോ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ നൈസായിട്ട് ക്രോപ്പ് ചെയ്തൊന്ന് സെറ്റ് ആക്കുക കേട്ടോ. അപ്പം ക്രോപ്പ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു അളവിനൊന്ന് വെക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു ഫോട്ടോയിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് ഒന്ന് സൈസ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം ഞാൻ കറക്റ്റ് റീസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ബ്ലെൻഡ് പോയതിന് ശേഷം നിങ്ങൾ നൈസായിട്ട് ഡാർക്കനിലോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈയിലോ ഇടുക. അപ്പോൾ ഞാനിപ്പം ഇടുന്നത് നമ്മുടെ ഡാർക്കനിലാണ്. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ഈ ഒരു ഇറേസ് അപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നൈസായിട്ട് സൂം ചെയ്തിട്ട് വേണ്ടാത്ത ഭാഗം ഒന്ന് മായ്ച്ച് കളയും. എന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റിൻ്റെ ആ ഒരു ഭാഗം മാത്രം കിട്ടുന്ന ഭാഗം മാത്രം ഒന്ന് മായ്ച്ച് കളയും. അപ്പം ആദ്യം ഒന്ന് മൊത്തത്തിലൊന്ന് മായ്ച്ച് കളഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ റീസ്റ്റോർ പോയിട്ട് നൈസായിട്ട് ഉള്ളിലോട്ട് കയറിയിട്ട് ഇതുണ്ട് ഇങ്ങനെ ഒന്ന് മായ്ച്ച് കൊടുക്കുക. അപ്പം കറക്റ്റ് സൂം ചെയ്തിട്ട് ഇത് ചെയ്യുക. സൂം ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു എഫക്റ്റ് വരിക. അപ്പോൾ ആദ്യം ഞാൻ പ്രിഫർ ചെയ്യുന്നത് മൊത്തത്തിലൊന്ന് മായ്ക്കുക കേട്ടോ. മൊത്തത്തിലൊന്ന് മായ്ച്ച് കളയാം. ഓക്കെ, എന്നിട്ട് ഒരു ലേശം ഭാഗമൊക്കെ ആക്കി വെക്കുക. മൊത്തം മായ്ച്ച് കളഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞാൽ ആ ഒരു ഉള്ളിലുള്ള ഗ്യാപ്സൊക്കെ ഒന്ന് മായ്ച്ച് കളയാൻ നല്ലോണം. അതാണ് മെയിൻലി വേണ്ടത്. റീസ്റ്റോർ വിളിക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് നൈസായിട്ട് നിങ്ങളൊന്ന് വരച്ചു കൊടുക്കുക. ഇച്ചിരി ഒന്ന് സൂം ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അറ്റത്ത് ആ ഒരു ഔട്ട്ലൈൻ വരുന്ന ആ ഒരു ഭാഗത്ത് നൈസായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഒരെണ്ണം അങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു ഉള്ളിലുള്ള ഭാഗം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ അറ്റത്ത് കറക്റ്റ് സൂം ചെയ്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് റീസ്റ്റോർ എന്ന് പറഞ്ഞത് ഉള്ളിലോട്ട് വരാനാണ്. ഇറേസ് ചെയ്യുകയാണെങ്കിൽ ഇറേസും ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായൊരു സൂം ചെയ്തിട്ട് നല്ലോണം ടൈം എടുത്ത് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്യാം. ഓക്കെ, നമ്മുടെ പിക്ക് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മോടി പിടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് പോയിട്ട് ജസ്റ്റ് ഈ ഒരു ക്ലാരിറ്റി എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കാവുന്നതാണ്. ഇതിന് ടിക്ക് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെയുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള മറ്റൊരു കിടിലസ്കി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.